കൂട്ടുകാരെ എല്ലാവർക്കും ഫിദ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളെ വീടിൻ്റെ അടിയിൽ തോടും പാടും കുളമൊക്കെ ഉണ്ട്. ഇത് പ്രകൃതിയിൽ നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുൻപ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇത് എൻ്റെ അനിയനാണ് കേട്ടോ. ഞങ്ങൾ ആടുകളെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ നിറയെ പുല്ലുണ്ട്. അപ്പോൾ എന്താ അവർ രണ്ടാളും നല്ല ഭക്ഷണം കഴിക്കണ തിരക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്നാൽ ആദ്യം തന്നെ നമുക്കൊരു കുളമുണ്ട്. നിറയെ പായലൊക്കെ ഉള്ള കുളം കാണാം. ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ നല്ലോണം പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. എന്താ ഫുള്ള് വള്ളിക്കാടുകളാണ്. നമുക്ക് ഇതിലൂടെയാണ് പോകേണ്ടത്. ഇതിലെ ആളുകളൊക്കെ നടന്ന് ചെറിയൊരു വഴി പോലെ ആയിട്ടുണ്ട്. എന്താ അവിടെയൊക്കെ കവുങ്ങുന്തോട്ടാണ്. ഇതിലെ അറിയാത്തവരൊന്നും നടക്കാൻ പാടില്ല. എന്താ ഓൻ അവിടെയാണ്, നമുക്ക് ഇതിലാണ് പോകേണ്ടത്. ഓനക്ക് ആ വഴി അറിയില്ല. ഇനി ഇവിടെയൊക്കെ ഉള്ള കാടുകളൊക്കെ വെട്ടിയാണ്. ഇവിടെയൊക്കെ കവുങ്ങുന്തോട്ടാണ്. കവുങ്ങ് വാഴ ഒക്കെയാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൈത്തോടുകളുണ്ട്. ഇതൊക്കെ നല്ല ആഴമുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ കുളം. ഇത് കുളമാണെന്ന് തോന്നൂല. ഇതിൽ കണ്ടു ഇഷ്ടം പോലെ പായലുകളാണ്. ഇവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടി. എനിക്ക് ഇവിടെ ഒന്നും അറിയില്ല. ഇവന് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കൈത്തോടുകൾ പോയേക്കാം. ഇവിടെയൊക്കെ പൂളകൃഷിയാണ്, കപ്പ കൃഷി. ഇതാ ഇവിടെ കുറെ കൈത്തോടുകളുണ്ട്. ഇത് കിണറാ ഫ്രണ്ട്സ്. ഇതൊരു പായലുള്ള കുഴിയാണ്. ഇവിടേക്കൊന്നും ആരും പോവില്ല പായലെടുക്കാനല്ലാതെ. ഇതൊക്കെ ആണ്ട് പോകുന്ന സ്ഥലമാണ് ഫ്രണ്ട്സ്. ഇതാ ഓന് ഏതൊക്കെയോ സ്ഥലം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകണ്ട. ഇവിടെയൊക്കെ ഫുള്ള് വാഴയാണ്. അപ്പം എന്നാൽ നമുക്ക് തോട് കാണാൻ പോകാം. തിരിച്ചു പോണ വഴിയാണ് കേട്ടത്. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് അവിടെയൊക്കെ. നമ്മൾ അവിടുന്നാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ കവുങ്ങ് വെച്ചിട്ടുണ്ട്. അതിൽ അടി കൂടെ കൈത്തോട്ടിൽ ഇറങ്ങിപ്പോയാൽ അതിൽ ആണ്ട് പോകുന്ന പറയണത്. അപ്പം ആരും ഇതിൽ ഇറങ്ങൂല. എന്താ അവിടെ 3 കവുങ്ങ് വെച്ചിട്ടുണ്ട്. കവുങ്ങൊക്കെ മുറിഞ്ഞ്. ഇനി നമുക്ക് തോട് കാണാൻ പോകാം. ഇതാ നമുക്ക് ഇതിലൂടെയാണ് പോകേണ്ടത്. ഫായി അവിടെ ഇറങ്ങരുത് കേട്ടോ. എല്ലാം ഇതിലേ ഇങ്ങോട്ട് വാ. അപ്പോൾ ഇതാണ് നമ്മളെ വന്ന സ്ഥലം. നല്ല പച്ചപ്പ് നിറഞ്ഞതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തോട് കാണാൻ പോകാം. അത് അവിടെയൊക്കെ തോടാണ്. നമുക്ക് തോടിൻ്റെ അടുത്തേക്ക് പോയേക്കാം. ഇതിലൊക്കെ തോട്ട് തന്നെ എന്നും നീന്തിയുണ്ട്. അവിടെയൊക്കെ തോടാണ്. ഇതും ഞങ്ങളെ ആടാണ്. ഒന്ന് അവിടെയുണ്ട്. അവിടെ റോഡാണ്. അതേപോലെ തന്നെ അവിടെയും പൂളത്തോട്ടാണ്. പൂളല്ല, കപ്പ. ചിലയിടത്ത് പൂള എന്ന് പറയും, ചിലയിടത്ത് കപ്പ എന്ന് പറയും, ചിലയിടത്ത് മരച്ചീനി എന്നും പറയും. ഇതവിടെയൊക്കെ പച്ചപ്പാണ്. ഇതാണ് ഞാൻ പറഞ്ഞ തോട്. അപ്പോൾ അവിടെ ചിറ ഇട്ടിന്. അതുകൊണ്ട് നിറയെ വെള്ളമുണ്ട്. ഞങ്ങൾ ആമിന മോളി ഞങ്ങളെ കണ്ടപ്പോൾ മണ്ടി വരുന്നുണ്ട്. ആമിന, ഇതാണ് ഞങ്ങൾ ആമിന. അവളെ കാല് കെട്ടി കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് കാല് റെഡിയാക്കി കൊടുക്കുക, അവളെ രക്ഷിക്കാം. കയർ ആമിനോ കയറ്. ഇപ്പം ഞങ്ങൾ അവളെ രക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോടിൻ്റെ വ്യൂ നേരിക്കും കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. നമുക്ക് പോയേക്കാം. ഫ്രണ്ട്സ്, ഇതാണ് പാലം.
അപ്പം നമുക്ക് തിരിച്ചു വന്ന വഴിയിലൂടെ ഒന്ന് തിരിച്ചു പോകാം. ഇതൊരു കുളമാണ്. അപ്പോൾ 2 കുളം നമ്മൾ കണ്ട്, 3 കുളം. ഇത് ആദ്യമൊക്കെ ഉപയോഗിച്ചു, ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല. ഓന് സൈക്കിൾ മേലാണ്. സ്റ്റാൻഡൊന്നും തട്ടാതെ പോകുന്നുണ്ടായി. ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അതവിടെ ഇവിടെയൊക്കെ ഫുള്ള് നെല്ലാണ്. ഇതാ ഇവിടെയൊക്കെ ഫുള്ള് നെല്ലാണ്. ഇതൊക്കെ പറിച്ച് നടാനായിട്ടുണ്ട് തോന്നുന്നുണ്ട് ഫ്രണ്ട്സ്. ഇതൊരു പാടാണ്. ഇവിടെയൊക്കെ നെല്ല് നടാൻ വേണ്ടി കളിച്ചണ്. ഇവിടെ 3 താറാവുണ്ട്, ചളി തിന്നണ്. ഓല് നമ്മളെ പേടിച്ച് പോണതാ. ഞങ്ങളെ വീട്ടിലുണ്ട് താറാവ്. തോടിൻ്റെ വേറൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഈ പൂളത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകണം. ഇതാണ് നമ്മൾ നേരത്തെ നിന്ന പാല. അവിടെയാണ്. ഇവിടെയൊക്കെ ഇത്തിരി അത്യാവശ്യം വെള്ളം ഉണ്ട്. അവിടെ ചിറ കെട്ടിയാണ് മീനെ പിടിക്കണം. നമുക്ക് ഇതിലൊന്ന് നടന്നു നോക്കാം. ഇതോടെ എത്തുകയെന്നറിയാം. അവിടെയൊക്കെ ഫുള്ള് നെല്ലാണ്. ഒഴിക്കില്ല, അതൊക്കെ കൂട്ടിൽ വെക്കാം ഫ്രണ്ട്സ്. അവിടെയൊക്കെ ട്രാക്ടർ കൊണ്ട് ഉഴുത് വരമ്പൊക്കെ കെട്ടിയാണ്. നല്ല ഒഴുക്കുണ്ട്. ഇഷ്ടംപോലെ മീനുണ്ട് ഇതിൽ. വേനൽക്കാലത്തൊക്കെ നിറയെ മീനുകളുണ്ടാവും. അപ്പോൾ എല്ലാവരും വന്ന് പിടിക്കും. അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോയുമായി പിന്നീട് വരുന്നുണ്ട്. ആ വീഡിയോയിൽ എടുത്തിട്ട് ഇതൊരു വെള്ളച്ചാട്ടം പോലെ ചെറിയൊരു ഈ വരാന്ത ഇടിഞ്ഞതാണിത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പാടത്തെ വെള്ളമൊക്കെ കൈത്തോട് ഉണ്ടാക്കിയാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളമൊക്കെ പോകുന്നുണ്ട്. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ജലനിധിൻ്റെ കിണറാണെന്നാണ് തോന്നുന്നത്. അവിടെയൊക്കെ ഫുള്ള് നെല്ലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ബൈ.